യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അനുസരിച്ച് യേശു ജനിച്ചത് അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടത്തിലാണ്. ചരിത്രപരമായി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ക്രിസ്തുവിന് മുമ്പ് 27-ാം വർഷം മുതൽ ക്രിസ്തുവിന് ശേഷം 180-ാമത്തെ വർഷം വരെയുള്ള ഏകദേശം 2 നൂറ്റാണ്ട് കാലഘട്ടത്തെ പാക്സ് റൊമാന എന്നാണ് വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ റോമാക്കാരുടെ സമാധാനം എന്ന്. ആ കാലഘട്ടത്തിൽ വലിയ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു പരിധിവരെ ജനം സമാധാനത്തിൽ ജീവിച്ചിരുന്നു. ഒരു പരിധിവരെ വലിയ അഭിവൃദ്ധി സംഭവിച്ചു. അതുകൊണ്ട് ഇത് റോമാക്കാരുടെ സ്വർണയുഗമായി പലരും കരുതിയിരുന്നു. ഈ കാലഘട്ടത്തിലാണ് യേശു ജനിക്കുന്നത്. എന്താണ് യേശുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത? പൊതുവെ സമാധാനം നിലനിന്നിരുന്നു എന്ന് അവർ കരുതിയിരുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടായിരുന്നില്ല. പുറമേ നിന്നിരുന്ന ആ സമാധാനത്തിന്റെ ഉള്ളിൽ എരിഞ്ഞ് പുകഞ്ഞ് ജീവിച്ചിരുന്ന സാധാരണ മനുഷ്യരുണ്ടായിരുന്നു. അവരൊരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. യഥാർത്ഥ സമാധാനത്തിന് വേണ്ടി അവർ പ്രതീക്ഷിക്കുകയായിരുന്നു. അതൃപ്തരായ, അവ്യക്തതയുണ്ടായിരുന്ന, അസ്വസ്ഥതയുണ്ടായിരുന്ന ധാരാളം ജനങ്ങൾ അന്ന് ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ അവസരത്തിലാണ് യഥാർത്ഥ സമാധാനത്തിന്റെ രാജാവായി ഈശോ ജനിച്ചത്. റോമാക്കാർക്ക് കൊടുക്കാൻ സാധിക്കാതിരുന്ന സമാധാനം മനുഷ്യർക്ക് കൊടുക്കാനാണ് ഈശോ ജനിച്ചത്. റോമാക്കാര് സമാധാന കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ച കാലഘട്ടത്തിൽ പോലും അവർക്ക് അനുഭവിക്കാൻ സാധിക്കാതിരുന്ന സമാധാനം യേശുവിന്റെ പരിപാലനയിൽ ജനത്തിന് അനുഭവിക്കാൻ സാധിക്കുമെന്നതാണ് യേശുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത. ഇന്ന് സമാനമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു വശത്ത് വലിയ അഭിവൃദ്ധി, ഒരു വശത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന അനേകം മനുഷ്യരുണ്ട്. യഥാർത്ഥ സമാധാനം കാണുന്നില്ല, യഥാർത്ഥ അഭിവൃദ്ധി കാണുന്നില്ല. ഈ അവസരത്തിൽ ഇതാ ഈശോ വരുന്നു, നമ്മെ പരിപാലിക്കാനായി, നമുക്ക് വഴി കാണിക്കാനായി. കിഴക്ക് നിന്ന് വന്ന രാജാക്കന്മാർ നക്ഷത്രം കണ്ട് യേശുവിന്റെ അടുത്തേക്ക് പോയത് ഒരു സൂചനയായിരുന്നു. ഈ ചരിത്രത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുവാനും നമ്മെ വഴി നടത്തുവാനും ഈശോയ്ക്ക് സാധിക്കും. ഈശോയുടെ അടുത്തേക്ക് പോയാൽ നമുക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കുമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് അർത്ഥപൂർണമായി ആഘോഷിക്കാം. സർവശക്തമായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.